ഇന്ന് ഫ്രൈഡേ ലീവുള്ള ദിവസാട്ടോ. രാവിലെ എണീറ്റ് ഫ്രഷ് ആയി കിച്ചണിലേക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ വാങ്ങണ്ടിയെന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പോയത് കോഴിക്കടയേക്കാട്ടോ. അവിടുന്ന് ഒരു കോയിനെ വാങ്ങി അർപ്പിച്ച് കട്ട് ചെയ്യിച്ച് വാങ്ങി. 20 ഖത്തർ റിയാലാട്ടോ ഒരു കോഴിക്ക്. പിന്നെ പോയത് നമ്മൾ സാധനം വാങ്ങുന്ന ഗ്രോസറിയിലേക്കാട്ടോ. ഇവിടുന്ന് കുറച്ച് സവാളയും വാങ്ങി ഒരു ചെറിയ പാക്കറ്റ് സ്പൈസസും എടുത്ത് അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് റൂമിലെത്തി. ഉച്ചക്കും രാത്രിയും കഴിക്കാനുള്ള ചിക്കൻ എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് ബാക്കിയുള്ള ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടോ. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ മുളകിട്ട കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം വലിയ 2 സവാള എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് 3 പച്ചോളം എടുത്ത് നടുക്ക് ചീന്തി വെച്ച് എന്നിട്ട് ഒരു വലിയ തക്കാളി എടുത്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചും മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ചിക്കൻ എടുത്ത് 4-5 വട്ടം നല്ലോണം കഴുകിയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് പള്ളിയിൽ പോകാനാകുമ്പോഴേക്കും ഫുഡ് റെഡിയാക്കി വെച്ചാൽ സമാധാനമായി. അങ്ങനെ ചട്ടി വേഗം അടുപ്പത്തേക്ക് വെച്ച് എന്നിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ ഈ കറിക്ക്. എന്നിട്ട് ഉലുവ പൊട്ടിച്ച് ഒരു കഷ്ണം പട്ട, ഒരു ഇല, 3 ഗ്രാമ്പു, ഒരു ഏലക്കയും അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അരച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിന്റെയും പേസ്റ്റ് അതിലേക്ക് ഇട്ട് അതിന്റെ സ്മെല്ല് മാറുകളും ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് സവാളയും കറിവേപ്പിലയും പാകത്തിലുള്ള ഉപ്പ് ഇട്ട് സവാളന്റെ കളർ മാറി വരുവോളും നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുവോളും ഇളക്കി കൊടുത്ത് എന്നിട്ട് പച്ചളും തക്കാളിയും അതിലേക്ക് ഇട്ട് തക്കാളി ഒടിഞ്ഞ് വെന്ത് വന്നതിന് ശേഷം കഴുകി വെച്ച ചിക്കനും അതിലേക്ക് ഇട്ട് ചിക്കനിൽ മസാല ഒന്ന് സെറ്റായി വരുവോളും ഇളക്കി കൊടുത്ത് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ അവിടെ മൂടി വെച്ച് അടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ കുക്കറിൽ കുറച്ച് നെയ്ച്ചോറും വെച്ച് കറി ഏകദേശം വെന്ത് വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് അവിടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കി വെച്ച് എന്നിട്ട് കഴുകി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ബേസിലേക്ക് വെച്ച് ആദ്യം തട്ട് മൊത്തമായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം പാത്രങ്ങൾ മൊത്തമായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി പള്ളിയിലേക്ക് ജുമ നിസ്കരിക്കാൻ പോവാട്ടോ. ഇന്നും നമുക്ക് പുറത്താട്ടോ നിസ്കരിക്കാൻ സ്ഥലം കിട്ടിയത്. അങ്ങനെ ജുമയൊക്കെ നിസ്കരിച്ച് തിരിച്ച് റൂമിലെത്തി. അപ്പോഴേക്കും ചിക്കൻ കറിന്റെ ചൂടൊക്കെ പോയിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടോ. എല്ലാ ദിവസവും ഉച്ചക്ക് 2 മണിക്ക് ശേഷാട്ടോ ഫുഡ് കഴിക്കല്. പക്ഷേ വെള്ളിയാഴ്ച നിസ്കരിച്ച് വരെയും ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂലട്ടോ. സമയമാണെങ്കിൽ 12 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നും നോക്കില്ലട്ടോ. കുക്കറിന് പ്ലേറ്റിലേക്ക് നെയ്ച്ചോറ് വിളമ്പി വെച്ച് കോയിന്റെ ലിവറും ഒരു കഷ്ണം ഇറച്ചിയും കുറച്ച് കറിയും പ്ലേറ്റിലേക്ക് ഒഴിച്ച് എന്നിട്ട് ആ കോയിന്റെ ലിവറും കറിയും നെയ്ച്ചോറിൽ അങ്ങോട്ട് മിക്സ് ആക്കി കഴിച്ചപ്പോൾ എന്റെ ചെങ്ങായിമാര് അടിപൊളിട്ടോ.